ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 5 വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം തടവിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക്. ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാന കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നിവർക്കും ഈ വ്യവസ്ഥകൾ ബാധകമാണ്. കേന്ദ്ര സർക്കാർ നീക്കം ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചു. സുപ്രധാന ബില്ലല്ല, അതൊരു കാടത്ത ബില്ലാണ്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എതിരാളികളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനും ഏകാധിപത്യ പ്രവണത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബില്ലാണിത്. ഇപ്പോൾ ED വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും 30 ദിവസത്തേക്ക് ജയിലിലിടാം. 30 ദിവസത്തേക്ക് ജയിലിലിട്ടാൽ അത് മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ആ പദവികളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയാണ്. ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അവരെ നീക്കാനുള്ള പവർ ഇൻഡയറക്റ്റ് ആയിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. തമാശക്ക് അവർ പ്രധാനമന്ത്രിയുടെ പേരും കൂടി ചേർത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? പ്രധാനമന്ത്രിക്കെതിരെ ഏത് ക്യാബിനറ്റാണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്? ഒരു കാര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. അവരുടെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ വരട്ടാൻ കൂടിയിട്ടുള്ള ബില്ലാണിത്. It goes against everything, and to couch it as a measure which is being taken anti-corruption is just to pull a veil across the eyes of the people. Tomorrow you can put any kind of case on a chief minister and put him in jail for 30, have him arrested for 30 days without even him being convicted. ഗവർണർമാരെ ഉപയോഗിച്ച് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന അസ്ഥിര അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ജനാധിപത്യത്തിൽ സംശുദ്ധി കൊണ്ടുവരാനെന്നുള്ള പേരിൽ വളരെ മാരകമായിട്ടുള്ള ദുർവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള ഒരു ബില്ലുമായിട്ട് അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ അതിശക്തമായി എതിർക്കേണ്ടതാണ്. ഇത് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബില്ലാണ്. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിച്ചുകൊണ്ടുള്ളതാണ്. ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിച്ചു. വോട്ട് കൊള്ള ആരോപണം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനിടെയായിരുന്നു ബിൽ അവതരണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, 2 മണിക്ക് ലോക്സഭ വീണ്ടും ചേരുന്നുണ്ട്. ബഹളത്തിന് ശേഷം പിരിഞ്ഞതാണ്. 2 മണിക്ക് ചേരുന്നു. ആഭ്യന്തരമന്ത്രി ഈ ബില്ല് 2 മണിക്ക് അവതരിപ്പിക്കുമോ എന്നറിയില്ല. സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മൺസൂൺ സമ്മേളനം, വർഷകാല സമ്മേളനം തീരാൻ 2 ദിവസമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ പാർലമെന്റിലേക്ക് വരികയാണ്. പാർലമെന്റിന് പുറത്ത് വോട്ട് കൊള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നു. പക്ഷേ സഭയിൽ നിർണായക നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ ഈ സമ്മേളനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ തയ്യാറെടുക്കുന്നു. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അടുത്ത മണിക്കൂറുകളിൽ ഡൽഹിയിൽ? ബൽറാം. വിജയകുമാർ, അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ സുപ്രധാനമായ 3 ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുമെന്നും ഒപ്പം തന്നെ ഓൺലൈൻ ഗെയിമിംഗുമായി ബന്ധപ്പെട്ട ബില്ല് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവതരിപ്പിക്കുമെന്നും ലോക്സഭയിലെ അജണ്ടയിൽ ലിസ്റ്റിൽ ചേർക്കുന്നത്. ഇതിൽ 130-ാം ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും സുപ്രധാനമായത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ, അഴിമതി അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡി 30 ദിവസം പിന്നിടുന്നതോടുകൂടി ആ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവർ രാജിവെക്കേണ്ടതായി വ്യവസ്ഥ ഈ ബില്ലിലുണ്ട്. രാജിവെക്കാത്ത പക്ഷം 31-ാം ദിവസം അവരെ പുറത്താക്കാനുള്ള അധികാരം നൽകുന്നു. മന്ത്രിയാണെങ്കിൽ അതിനുള്ള ശുപാർശ മുഖ്യമന്ത്രിയും, കേന്ദ്രമന്ത്രിമാരാണെങ്കിൽ പ്രധാനമന്ത്രിക്കും ആ ശുപാർശ നൽകാം. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കമുള്ളവർക്കും ഈ ബില്ലിലെ വ്യവസ്ഥകൾ ബാധകമാണ് എന്നുള്ളതാണ് സുപ്രധാനമായ ഒരു കാര്യം. ധാർമ്മികത ഉറപ്പുവരുത്താനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. അതേസമയം ഇക്കാര്യത്തിൽ നിലവിലുള്ള നിയമമനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മാത്രമാണ് അയോഗ്യതയുള്ളത് എങ്കിൽ നിലവിൽ ഈ പുതിയ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവർക്ക് മേലുള്ള കുറ്റം തെളിയിക്കണമെന്നില്ല. 30 ദിവസം കസ്റ്റഡി പൂർത്തിയാക്കിയാൽ തന്നെ അവർ അയോഗ്യരാകുന്ന തരത്തിലാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥ. ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ഒരു ആരോപണം എന്നുള്ളത് വോട്ട് കൊള്ളയ്ക്കെതിരായ പ്രതിഷേധത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നീക്കമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇന്ന് രാവിലെ ആഭ്യന്തര
ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ എത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും സമ്മേളിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഈ ബില്ലുകൾ അവതരിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബിൽ അവതരണത്തിന് ശേഷം പിന്നീട് ഇത് പാർലമെന്ററി സമിതിക്ക് വിടാനും തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് നിലപാട്. കഴിഞ്ഞ സഭ ഇപ്പോൾ പിരിയുന്നതിന് തൊട്ടു മുൻപായാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ബിൽ അവതരണം നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ ബഹളവും പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള മുദ്രാവാക്യങ്ങളും തുടരുന്നതിനിടെയാണ് ബിൽ അവതരണം നടന്നത്. സമാനമായ നീക്കം ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്ന ബില്ലാണ് ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് അവതരിപ്പിച്ചത്. നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ ബഹളത്തിനിടെ അവതരിപ്പിച്ചു. 2 മണിക്ക് സഭ വീണ്ടും ചേരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് ആ സമയത്ത് അവതരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായ നാടകീയമായ നീക്കങ്ങളാണ് ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കുക. 2 മണിക്ക് സഭ വീണ്ടും ചേരുന്നുണ്ട്. ഔദ്യോഗിക വസതിയിലെ ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംജിയാണ് ആക്രമിച്ചത്. അക്രമിയെ പോലീസ് പിന്നീട് പിടികൂടി. രേഖ ഗുപ്തയ്ക്ക് സാരമായ പരിക്കില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. എനിക്ക് പിന്നിലുള്ള സിവിൽ ലൈൻസിലെ ഈ ഔദ്യോഗിക വസതിയിലാണ് മുഖ്യമന്ത്രി എല്ലാ ബുധനാഴ്ചയും ജനസമ്പർക്ക പരിപാടി നടത്തുന്നത്. ഈ പരിപാടിയിലേക്ക് നുഴഞ്ഞു കയറിയാണ് പ്രതി മുഖ്യമന്ത്രിയെ ആക്രമിച്ചത്. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. വീടിനുള്ളിൽ കയറിയ ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയതും കൈകൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. പിടിവലിക്കിടയിൽ രേഖ ഗുപ്ത നിലത്തു വീണു. देखा हमने कि चिल्लाने की आवाज़ आई तो देखा तो वो अटैक करने वाला था, उन पे अटैक कर दिया उसने। और मतलब जब वो हाथापाई उसने करी, बाल वाल खींचे उनके साथ, तब तक उनकी सिक्योरिटी भी वहीं थी, उन्होंने पकड़ लिया उसको। नहीं, कुछ वेपन कुछ नहीं था। हाँ, हाथ से ही उसने मारा उनको. അക്രമിയെ ഉടൻ പോലീസ് കീഴ്പ്പെടുത്തി സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. 41-കാരനായ രാജേഷ് കിംജി ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ്. ഇയാളുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. ഇയാൾക്ക് തെരുവ് നായ്ക്കളോട് അടങ്ങാത്ത സ്നേഹമാണെന്നും അടുത്തിടെ ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് രാജേഷിനെ വേദനിപ്പിച്ചിരുന്നെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞു. ഇതാകാം ആക്രമണ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ആക്രമിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് പ്രതി വീട്ടിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ ഷാലിമാർഗിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ഇയാളെത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തെ അപലപിച്ച് രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി. അതിനിടെ രേഖാ ഗുപ്തയുടെ പ്രവർത്തനത്തിൽ അസൂയുള്ള എതിരാളികളാണ് ആക്രമണം നടത്തിയതെന്ന് BJP ഡൽഹി ഘടകം ആരോപിച്ചു. നിലവിൽ ഔദ്യോഗിക വസതിയിൽ നിരീക്ഷണത്തിലുള്ള രേഖാ ഗുപ്തയ്ക്ക് സാരമായി പരിക്കില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ വിഷയത്തെ വലിയൊരു രാഷ്ട്രീയമായുധമായി ഉപയോഗിക്കുകയാണ് BJP. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ NDAയുടെ 160ഓളം പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തു. വരണാധികാരി രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിക്ക് മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ആദ്യ സെറ്റ് നാമനിർദ്ദേശ പത്രികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യ നിർദ്ദേശകനായി ഒപ്പുവച്ചിരിക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ത്യ സഖ്യം യോഗം ചേർന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സഖ്യത്തിന് പുറത്തുള്ള വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചാണ് ആന്ധ്രയിൽ നിന്നുള്ള B സുദർശൻ റെഡ്ഡിയെ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് YSR കോൺഗ്രസ് വ്യക്തമാക്കി. BRS ഇതുവരെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. 24 ഡൽഹി. എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്നു പോലീസ്. മരിച്ച ആശാ ബെന്നിയെ ഭീഷണിപ്പെടുത്തിയ അയൽവാസിയായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിനും ഭാര്യ ബിന്ദുവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാനാണ് ആശാ ബെന്നിയുടെ കുടുംബത്തിന്റെ തീരുമാനം. പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് കോട്ടുപള്ളി സ്വദേശി ആശ പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയത്.
മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിന്റെ ഭാര്യ ബിന്ദുവാണ് ഇവർക്ക് പണം നൽകിയത്. പണം നൽകിയവർ ആശയെ ഭീഷണിപ്പെടുത്തിയെന്ന് ഭർത്താവ് ബെന്നി ആരോപിക്കുന്നു. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഇതു സംബന്ധിച്ച് വെളിപ്പെടുത്തലുണ്ടായിരുന്നു. 5 ലക്ഷം വെച്ച് 2 ഗഡുക്കളായിട്ടാണ് കിട്ടിയെന്നാണ് പറഞ്ഞത് എന്നോട്. ഒറ്റ ഇതല്ല കിട്ടിയത്. അതുപോലെ തന്നെ അവർക്കും അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. 5 ലക്ഷം വെച്ച് കൊടുത്ത് പലിശയും കൊടുത്തിട്ടുണ്ട്. ഈ 2-2.5 വർഷക്കാലം ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതിന്റെ പലിശയൊക്കെ 1,10,000 രൂപയോളം വെച്ച് കൊടുത്തെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞത്. 2 തവണകളായി 10 ലക്ഷം രൂപയാണ് ബിന്ദുവിൽ നിന്ന് ആശ വാങ്ങിയതെങ്കിലും 24 ലക്ഷത്തോളം തിരികെ നൽകിയെന്നാണ് ആശ പറഞ്ഞതെന്ന് കുടുംബം. പരാതി നൽകിയെങ്കിലും ഇടപെട്ടില്ല. CI സ്റ്റേഷനിൽ ചെന്ന് അവര് ഒത്തുധാരണ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അവര് പുറത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക അസഭ്യവാക്കുകളും കാര്യങ്ങളുടെ ഒക്കെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒരൊറ്റ കാരണത്താലാണ് ചേച്ചി ജീവനെടുക്കാനായിട്ടുള്ള കാരണം. പ്രതികളായ ബിന്ദുവും ഭർത്താവ് പ്രദീപ് കുമാറും ഒളിവിലാണെന്നും ഇരുവരെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ബിന്ദു നൽകിയ പണത്തിന്റെ സ്രോതസ് പോലീസ് അന്വേഷിക്കും. പണം ആശ എങ്ങനെ വിനിയോഗിച്ചു എന്നും അന്വേഷിക്കുന്നു. കൂടുതൽ ആളുകളിൽ നിന്ന് ആശ പണം കടം വാങ്ങിയെന്നും പോലീസിന് സൂചനയുണ്ട്. ആശയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേസ് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് അനധികൃതമായി അരി കടത്താൻ ശ്രമം. 75 ചാക്കോളം അരി കടത്തിക്കൊണ്ടു പോകാനായിരുന്നു ശ്രമിച്ചത്. പോലീസ് എത്തിയതോടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ എങ്ങനെയാണ് സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് ഈ പകൽ സമയത്ത് ഇങ്ങനൊരു വണ്ടി കൊണ്ടുവന്നിട്ട് ഇത്രയും അരിയൊക്കെ അവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? അത് ആരാണ് ഇതിന് പിന്നിൽ? എന്താണ് ഷഫീദ് വിവരങ്ങൾ? വിജയകുമാർ, ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നിലവിൽ ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വെഞ്ഞാറമൂട് സപ്ലൈകോയുടെ NFSI സബ് ഡിപ്പോയിൽ നിന്നും 72 ചാക്ക് റേഷനറിയാണ് ഇന്ന് ചില ജീവനക്കാരും നാട്ടുകാരും ഇത് കടത്തിക്കൊണ്ടുപോകുന്നതിനിടെ തടഞ്ഞു വെച്ചത്. സപ്ലൈ ഓഫീസർ അതിനുശേഷം അവിടേക്ക് എത്തി പരിശോധന അടക്കമുള്ള കാര്യങ്ങളും സ്റ്റോക്ക് എടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഈ വിവരം പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ പോലീസ് എത്തിയതോടുകൂടി ഡ്രൈവർ ഇറങ്ങി ഓടുകയായിരുന്നു ഈ വാഹനത്തിൽ. ഇതോടുകൂടിയാണ് പോലീസിന് ഈ വിഷയത്തിൽ സംശയം ബലപ്പെട്ടത്. ഇതിന് പിന്നാലെ ഈ കുമ്മിൾ സ്വദേശിയായിട്ടുള്ള ഇർഷാദ് എന്ന് പറയപ്പെടുന്ന ആളാണ് ഇതിന്റെ ഇൻചാർജ്. ഇവരടക്കം ഇതിന്റെ സ്റ്റോക്ക് എടുപ്പ് നടക്കുകയാണ്. ഈ 72 ചാക്ക് അരി അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിരുന്നു, അതെന്തായിരുന്നു ഇതിന്റെ പർപ്പസ് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. വിജയകുമാർ, ഇതിൽ ഈ ഗോഡൌണില് ജീവനക്കാരുടെ സപ്ലൈകോയുടെ ഗോഡൌൺ തന്നെയാണല്ലോ, അവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരൊന്നും അറിയാതെ ഇങ്ങനെ 75 ചാക്ക് അരി കടത്തിക്കൊണ്ടു പോകാനൊന്നും കഴിയില്ലല്ലോ ഷഫീദ്? 2 പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഇതിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, പോലീസ് എത്തിയപ്പോൾ എന്തിനാണ് ഈ ഡ്രൈവർ ഇറങ്ങി ഓടിയത്? രണ്ടാമത്തേത്, ഏതെങ്കിലും തരത്തിൽ രേഖകൾ, അതായത് അവരുടെ പെർ ഡേ സ്റ്റോക്ക് രേഖയുണ്ട്, ആ സ്റ്റോക്കിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടാത്തതാണെങ്കിൽ സ്വാഭാവികമായി മരിക്കടത്താണ്. അങ്ങനെയാണെങ്കിൽ ജീവനക്കാരിൽ ആർക്കെങ്കിലും അറിഞ്ഞുകൊണ്ടുള്ള നീക്കമായിരിക്കാം. അതടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റോക്ക് എടുപ്പിന് ശേഷം വിശദീകരണം നൽകാം എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. വിജയകുമാർ, 75 ചാക്കോളം അരി കടത്തിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചത്. പോലീസ് എത്തി, അപ്പോൾ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കണക്കെടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ. എന്തായാലും അതിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വിവരം കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഈ നിർണായക ബില്ലുകൾ അവതരിപ്പിക്കാനിരിക്കെ ലോക്സഭയിൽ BJP അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരിക്കുകയാണ്. നിർബന്ധമായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സഭാ നടപടികളിൽ പങ്കെടുക്കണം എന്നാണ് ഈ വിപ്പിൽ സൂചിപ്പിക്കുന്നത്. 3 നിർണായക വളരെ പ്രധാനപ്പെട്ട ബില്ലുകളാണ് ആഭ്യന്തരമന്ത്രിയും അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്നൊരു ഉച്ചയ്ക്ക് ശേഷവും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നാളെയുമായി ഈ ബില്ലുകൾ അവതരിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 മണിക്ക് സഭ വീണ്ടും ചേരുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അതിൽ എന്താണ് ആ സമയത്ത് സഭയിൽ സംഭവിക്കുക എന്നത് നമ്മൾ 2 മണിക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കും. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യുവജന സമ്പർക്ക യാത്രയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ MLA വിട്ടുനിന്നതിൽ വിവാദം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായാണ് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നത് എന്നാണ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നെങ്കിൽ അത് തെറ്റാണെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്ന് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നത്. ചാണ്ടി ഉമ്മൻ എത്താതിരുന്നതോടെ മുൻ MP രമ്യ ഹരിദാസാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോഴിക്കോട് ഉണ്ടായിട്ടും പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ ചാണ്ടി ഉമ്മനെതിരെ DCC നേതൃത്വം രംഗത്ത്. ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവ്വം ഞാൻ കരുതുന്നില്ല.
ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. പരിപാടി താൻ മുൻകൂട്ടി ഏറ്റിരുന്നില്ലെന്നാണ് ചാണ്ടി ഉമ്മന്റെ വാദം. DCC അധ്യക്ഷന്റെ വിമർശനത്തിന് മറുപടി ഇങ്ങനെ: ഈ പ്രസിഡന്റിനെ വിളിച്ചിട്ടുമില്ല, ഈ പരിപാടിക്ക് തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല, ഈ മണ്ഡലം പ്രസിഡന്റ്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങ് തീരുവാണെന്ന് പറഞ്ഞു. DCC അധ്യക്ഷന്റെ കാര്യം ഞങ്ങൾ പാർട്ടി തീർത്തോളാം. അതേസമയം തന്നെ ക്ഷണിച്ചിരുന്നില്ലെന്ന ചാണ്ടി ഉമ്മന്റെ വാദം സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP റമീസ് തള്ളി. ക്ഷണിച്ചിരുന്നു, അദ്ദേഹം വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണെന്നറിയില്ല, ബോധപൂർവ്വം എല്ലാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, സമ്മർദ്ദം കൊണ്ടോ പൂർവ്വം എന്താ അറിയില്ല. T സിദ്ദിഖ്, ഷാഫി പറമ്പിൽ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമാണ് ചാണ്ടി ഉമ്മന്റെ വിട്ടുനിൽക്കലെന്നാണ് സൂചന. 24 കോഴിക്കോട്. അതേസമയം വിവാദത്തിന് പിന്നാലെ DCC ഓഫീസിലെത്തി അധ്യക്ഷനെ കണ്ട് ചാണ്ടി ഉമ്മൻ. ആശയക്കുഴപ്പത്തിന് കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണെന്ന് ചാണ്ടി ഉമ്മന്റെയും DCC പ്രസിഡന്റിന്റെയും പ്രതികരണം. ഗ്രൂപ്പ് തർക്കമാണ് വിവാദങ്ങൾക്കിടയാക്കിയതെന്ന ആക്ഷേപം DCC അധ്യക്ഷൻ തള്ളി. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ്, ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ഞാൻ രാവിലെ ചോദിച്ചു പങ്കെടുക്കാമോ ചോദിച്ചു, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു നോക്കേണ്ടത് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെ ആയിരുന്നു പരിപാടി, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല, അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയ സമയം അറിയണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ ഈ സമയക്കുറവ് കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ടുനിന്ന്. ഷഹദ്, ഇതിൽ ഇവരിപ്പോൾ DCC ഓഫീസിലെത്തി പ്രസിഡന്റും ചാണ്ടി ഉമ്മനും രമ്യ ഹരിദാസും ഒക്കെ സംസാരിക്കുമ്പോഴും ഒരു കാര്യമുണ്ട്. രാവിലെ പ്രവീൺ കുമാർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ചാണ്ടി ഉമ്മൻ ഒരു അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന മട്ടിലാണ് പ്രതികരിച്ചത്. പിന്നീട് ചാണ്ടി ഉമ്മൻ്റെ മറുപടിയിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് എന്നെ വിളിച്ചിട്ടില്ല പരിപാടിയിലേക്ക്, രമ്യ ഹരിദാസ് പോകേണ്ട പരിപാടിയിൽ ഞാൻ എന്തിനാണ് അവിടെ, അല്ലെങ്കിൽ ഞാനല്ലല്ലോ പോകേണ്ടത് എന്ന് പറയുന്നു. മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് ക്ഷണിച്ചതാണ്, അദ്ദേഹം വരാതിരുന്നത് സമ്മർദ്ദം കൊണ്ടാണോ എന്നറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിനിടയിലൊക്കെ ഈ നേതാക്കൾക്കിടയിലുള്ള ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ ഈ വിഭാഗീയ ഗ്രൂപ്പ് തർക്കങ്ങളുമൊക്കെ പ്രകടമാണ്. ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ ഇപ്പോൾ വാർത്തയായപ്പോൾ, വിവാദമായപ്പോൾ ഇവരൊരു അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചിരിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും, അല്ലേ ഷഹദ്? തീർച്ചയായും വിജയകുമാർ, ഈ വിഷയം ഇവിടെ തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ വിഷയം വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മനെതിരെ KPCCക്കും AICCക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്നാൽ അതേ സമയത്ത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അടിമുടി ഒരു മലക്കം മറച്ചിലാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം രാവിലെ DCC പ്രസിഡന്റ് അതിരൂക്ഷമായ ഭാഷയിലാണ് ചാണ്ടി ഉമ്മനെ വിമർശിച്ചത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചാണ്ടി ഉമ്മനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിക്ക് ശേഷം പ്രതികരിച്ചത് തന്നെ ക്ഷണിച്ച പരിപാടിയല്ല, രമ്യ ഹരിദാസിനെ ക്ഷണിച്ച പരിപാടിയാണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് കോഴിക്കോട് DCCയിൽ എത്തുകയും DCC പ്രസിഡന്റുമായി സംസാരിക്കുകയും ചെയ്തതിനു ശേഷം പാടെ പ്ലേറ്റ് പിന്നെയും മറച്ചു. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്. താൻ പുലർച്ചെയാണ് എത്തിയത്, അതുകൊണ്ടുള്ള ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്നുള്ളത്. എന്നാൽ നമ്മൾ ചോദിക്കാത്ത തന്നെ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് DCC പ്രസിഡന്റ് ഒരു മറുപടി നൽകുകയും ചെയ്തു. ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ വരാതിരുന്നത് എന്നുള്ളത്. അതെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണ്. അത്തരത്തിലൊരു സംഭവം ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യമേ ഒരു മാധ്യമ പ്രവർത്തകനും ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ പേര് പ്രഖ്യാപിച്ച് പോസ്റ്റർ അടിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവരെയും ഒക്കെ തന്നെ പബ്ലിസിറ്റി നൽകുന്നുണ്ട്, എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ വിട്ടു നിന്നിട്ടുണ്ടായിരുന്നത്. രമ്യ ഹരിദാസ് ഇതിലേക്ക് കയറി വരുന്നത് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് എന്നുള്ളതും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഒഴുക്കൻ തരത്തിലുള്ള മറുപടികൾ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ വിഷയത്തിൽ വലിയ അമർഷമുണ്ട്. അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. DCC പ്രസിഡന്റ് ചാണ്ടി ഉമ്മൻ വന്ന ഘട്ടത്തിൽ ഒന്ന് മറക്കം മറഞ്ഞെങ്കിലും കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. വിജയകുമാർ. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിനെ ഡോക്ടർ ശശി തരൂർ MP പിന്തുണയ്ക്കുകയാണ്. ബില്ലിൽ തെറ്റു കാണുന്നില്ല എന്ന് തരൂർ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി
ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ബൽറാം, ശശി തരൂർ ഈ വിഷയത്തിൽ പറയുന്നത് സംയുക്ത പാർലമെന്ററി സമിതി എന്ന നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, അതിൽ ചർച്ച നടക്കട്ടെ എന്നാണ്. അതേസമയം കോൺഗ്രസ് ഇന്ന് രാവിലെ പ്രിയങ്ക ഗാന്ധി, അതുപോലെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊക്കെ അതിശക്തമായ വിമർശനം ഉന്നയിക്കുകയും രാഷ്ട്രീയമായി കടുത്ത ഏറ്റുമുട്ടൽ ഈ വിഷയത്തിൽ കേന്ദ്രവുമായി തയ്യാറാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് ശശി തരൂർ ഇതിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. ആ ബില്ലിൽ തെറ്റു കാണുന്നില്ല എന്ന് തന്നെയല്ല, അത്തരം ബില്ലുകളിൽ ചർച്ച നടക്കട്ടെ എന്നത്. ഇത് ഒരു ഒരു എക്സ്ട്രീം ലൈൻ സ്വീകരിക്കുകയാണല്ലോ തരൂർ ഈ വിഷയത്തിൽ, അല്ലേ? വിജയകുമാർ, കഴിഞ്ഞ അല്പകാലമായി ശശി തരൂർ സ്വീകരിക്കുന്ന പതിവ് ശൈലി എന്നുള്ളത് കോൺഗ്രസ് സ്വീകരിക്കുന്ന പൊതു സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായുള്ള, അല്ലെങ്കിൽ BJPയോടോ കേന്ദ്ര സർക്കാരിനോടോ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിലും അത് ശശി തരൂർ ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സാമാന്യ യുക്തിയുടെ കാര്യമാണ്, സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ് എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്നുള്ളത് ബില്ല് JPCക്ക് മുന്നിൽ വിടാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് JPCക്ക് മുന്നിൽ വരും. JPCയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ ആകാമല്ലോ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യും എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിലും തരൂർ വ്യത്യസ്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. ഒരു നിമിഷം ബൽറാം, നമുക്ക് എന്താണ് തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് കേൾക്കാം. പാർലമെന്റിന് പുറത്ത്, ലോക്സഭയ്ക്ക് പുറത്ത് വെച്ച് അദ്ദേഹം വാർത്താ ഏജൻസിയെ കണ്ടപ്പോഴാണ് ഇതിൽ പ്രതികരിച്ചത്. ആ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അത് നമുക്ക് കാണാം. On the face of it, it seems reasonable that anyone who does anything wrong should be liable to punishment and should not be holding a high constitutional office or a political office. I think that makes sense. യെസ്, അതാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയ പ്രതികരണം. ഇപ്പോൾ നടക്കുന്ന വോട്ട് കൊള്ള ചർച്ച, അതിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രതിഷേധം, അതിനിടയിൽ ഇത്തരം ഒരു പ്രധാനപ്പെട്ട ബില്ല് പാർലമെന്റിൽ വരുന്നു. അതിൽ അസ്വാഭാവികമായി ഒന്നും തരൂർ കാണുന്നില്ല എന്ന് തന്നെയല്ല, കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ കടുത്ത ആശങ്കകളോ വിമർശനങ്ങളോ അദ്ദേഹത്തെ ബാധിക്കുന്നതേ ഇല്ല. പ്രതികരണത്തിൽ അത് വ്യക്തവുമാണ്. അപ്പോൾ ബൽറാം, ഇതിൽ ഈ കോൺഗ്രസ് നേതൃത്വവുമായി കഴിഞ്ഞ കുറച്ചു നാളായി നടത്തുന്ന ഏറ്റുമുട്ടൽ, ഈ പറയുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ, പാർട്ടി എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി തീരുമാനമെടുക്കുകയും അത് പരസ്യമായി പറയുകയും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന തരൂർ, പക്ഷേ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന കുറെ കൂടി കടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നു. അത് ഒരു അന്തിമ യുദ്ധത്തിന് തരൂർ ഒരുങ്ങുന്നു പാർട്ടി നേതൃത്വവുമായി എന്ന നിലയിൽ വേണമെങ്കിൽ കാണാമെന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, കഴിഞ്ഞ കുറെ നാളായി ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാട് ഒരു തുറന്ന യുദ്ധത്തിന് സമാനമായി തന്നെയാണ്. പാർട്ടിയെ പരമാവധി പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയമായ തീരുമാനങ്ങളിൽ പോലും വ്യത്യസ്തമായ നിലപാട് അദ്ദേഹം അറിയിക്കുന്നു. അത് തൻ്റെ വ്യക്തിപരമായ നിലപാട് എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുമ്പോഴും പാർട്ടിയുടെ നിലപാടിന് ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ആവർത്തിക്കുന്നത്. ഇത് അല്പം കൂടി ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ നിരയിലെ മുഴുവൻ നേതാക്കളും തള്ളിപ്പറഞ്ഞ, കടുത്ത എതിർപ്പ് അറിയിച്ച ഒരു ബില്ലാണ് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കാനിരിക്കുന്നത്. ആ ഒരു ബില്ലിനെയാണ് ശശി തരൂർ പിന്തുണച്ചിരിക്കുന്നത്. ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നും ഇത്തരത്തിൽ ഇത് ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം, അത് പൂർണ്ണമായും തന്നെ വിശ്വസിച്ച മട്ടിലാണ് ശശി തരൂറിൻ്റെ ഒരു പ്രതികരണം. ഒരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിൽ ശശി തരൂർ ഈ വിഷയത്തിലും സംസാരിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറിച്ച് JPCയിൽ ഇത് ചർച്ച ചെയ്യാം, അത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതേസമയം BJP ബില്ല് അവതരണവുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. വിപ്പ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ. രാഷ്ട്രപതിയുടെ റഫറൻസിന്മേലുള്ള വാദത്തിൽ ഗവർണർമാരുടെ നടപടികളിൽ ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. ബില്ലുകൾ പുനഃപരിശോധനയ്ക്ക് അയക്കാതെ അനന്തകാലം തടഞ്ഞു വെക്കുകയല്ലേ ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. തമിഴ്നാടിന്റെ 10 ബില്ലുകൾ പിടിച്ചുവെച്ചിട്ടും അക്കാര്യം വ്യക്തമാക്കിയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞു. ബില്ലുകളിൽ ഭരണഘടനാ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്
പലപ്പോഴും തടഞ്ഞു വെക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. കേരളത്തിൽ ഒന്നാം EMS സർക്കാരിനെ പിരിച്ചുവിട്ടതും വാദത്തിനിടെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. ഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അപകടത്തിൽ 3 പേർ മരിച്ചുവെന്നാണ് പ്രാഥമിക വിവരം. ദരിയാഗഞ്ചിലാണ് ഈ അപകടമുണ്ടായത്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ തള്ളി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. പോലീസ് കണ്ടെത്തിയ ആയുധം ഉപയോഗിച്ച് സെല്ലിന്റെ കമ്പി മുറിക്കാനാകില്ല എന്ന് സമിതി അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് അന്വേഷണ സമിതിയുടെ പ്രതികരണം. പ്രഥമദൃഷ്ട്യാ തന്നെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വ്യക്തമാണെന്ന് സമിതി വിലയിരുത്തി. ജയിൽ ചാട്ടത്തിന് ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുണ്ടായിട്ടും കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ചയാണ്. പോലീസ് തെളിവായി കണ്ടെത്തിയ ആയുധം ഉപയോഗിച്ച് സെല്ലിലെ ഇരുമ്പ് കമ്പി മുറിച്ചു എന്നതിൽ അവ്യക്തതയുണ്ടെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി. അത്ഭുതപ്പെടുത്തിയ ഒരു പണിയാണ്. ആ കമ്പികൾ 8 അറ്റം മുറിച്ചു, 4 കമ്പിയുടെ 2 വശവും മുറിച്ച് കളഞ്ഞ് പ്രഥമദൃഷ്ട്യാ അത് ബോധ്യപ്പെട്ടത് ഒരു ചെറിയ ടൂൾ കൊണ്ട്, ഒരു ചെറിയ ആക്സോ ബ്ലേഡ് കൊണ്ട് പോലും അത് മുറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ വൈദഗ്ധ്യത്തോടെ മുറിച്ച പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. കാലപ്പഴക്കം ചെന്ന സെല്ലുകളും തകരാൻ സാധ്യതയുള്ള മതിലുകളും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. ഇത് സുരക്ഷാ ഭീഷണിയാണെന്ന് സമിതി വിലയിരുത്തി. ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സമിതി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഉത്തരമേഖല ജയിൽ DIG, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലും അന്വേഷണ സമിതി പരിശോധന നടത്തും. 24 കണ്ണൂർ. കർണാടകയിലെ ചിത്രദുർഗയിൽ 20കാരി കൊല്ലപ്പെട്ട നിലയിൽ റോഡരികിലാണ് 2ാം വർഷ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നഗ്നമാക്കപ്പെട്ട ശരീരം പാതി കത്തിയ നിലയിലാണ്. ആൺസുഹൃത്ത് ചേതൻ കുറ്റം സമ്മതിച്ചു. ചിത്രദുർഗയിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. റഹീസ്, ഇതിൽ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഈ അറസ്റ്റിലായ, ഈ പിടിയിലായ ആൺസുഹൃത്ത് അയാൾ തന്നെയാണോ ഇത് ചെയ്തത്? വിജയകുമാർ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അദ്ദേഹമാണ് ഈ പെൺകുട്ടിയെ, 20കാരിയായ പെൺകുട്ടിയാണ്, 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്, ഈ ബിരുദ വിദ്യാർത്ഥിനിയാണ്. കുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ചേതൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നത് അയാൾ പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞതായാണ് വിവരം. ഈ പെൺകുട്ടിയും ഇയാളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. എന്നാൽ മറ്റു ചിലരോട് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് കണ്ട് അതിലൊരു പക തോന്നിയിട്ടാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് ഈ ചേതൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഓഗസ്റ്റ് 14-ാം തീയതി, ഏതാണ്ട് ഒരു 5 ദിവസം മുൻപ് രാത്രി ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നു എന്ന് കാട്ടിയാണ് കുട്ടി ഒരു ലെറ്ററൊക്കെ എഴുതി നൽകിയിട്ടാണ് പുറത്തേക്ക് പോയത്. അതിനുശേഷം പിന്നെ 5 ദിവസമായി യാതൊരു വിവരവുമില്ല. അങ്ങനെ വീട്ടുകാർ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അവർ വിചാരിച്ചിരുന്നത് കുട്ടി കോളേജിലുണ്ട് എന്നാണ്. അങ്ങനെ ഈ വിദ്യാർത്ഥിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നതോടുകൂടി ഈ ഹോസ്റ്റലിൽ തിരക്കി എത്തിയതോടെയാണ് കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം തിരിച്ചറിയുന്നത്. അതിനുശേഷം പോലീസിൽ പരാതി നൽകുന്നു. പോലീസിൽ പരാതി അന്വേഷിച്ചു വരുമ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം റോഡരികിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ശേഷം റോഡിൽ കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനുശേഷം നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇയാളെ പിടികൂടി. ശേഷം അല്പസമയം മുൻപാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതിന് പിന്നാലെ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. ഇയാൾക്ക് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വിവരം കൂടി പോലീസിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ചില മാനസിക സംഘർഷങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നൊക്കെ ഉണ്ടായ ഒരു സ്റ്റേജിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എന്തായാലും വലിയ പ്രതിഷേധം ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഈ കുട്ടിയെ എങ്ങനെയാണ് 5 ദിവസം കാണാതായിട്ടും യാതൊരു തരത്തിലും ഹോസ്റ്റൽ അധികൃതരിൽ നിന്നൊരു വിവരം വീട്ടിലേക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ സുഹൃത്തുക്കളടക്കം ഈ മാതാപിതാക്കളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ 5 ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹം ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനും അല്ലെങ്കിൽ സംസ്കരിക്കാനും ഒക്കെ തയ്യാറാവുകയുള്ളൂ എന്ന് വീട്ടുകാർ പറയുന്നുമുണ്ട്. വിവിധ സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനവും ശരി റഹീസ്, എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്ന് വരുന്നത്. വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനൊക്കെ എതിരെ വലിയ വിമർശനവും അവിടെ ഉയരുന്നുണ്ട്. വിശദാംശങ്ങളാണ് മുഹമ്മദ് റഹീസ് നൽകിയത്.
ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് അംഗീകാരം നൽകുന്നത് മന്ത്രിസഭ മാറ്റിവെച്ചു. വിഷയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കുറിപ്പ് വിശദമായി പരിശോധിക്കാൻ മന്ത്രിമാർക്ക് സാവകാശം ലഭിച്ചിരുന്നില്ല. ധനമന്ത്രി KN ബാലഗോപാൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാത്തതും ചട്ടഭേദഗതിയിൽ തീരുമാനം മാറ്റിവെക്കാൻ കാരണമായി. അടുത്ത മന്ത്രിസഭാ യോഗം ഈ ചട്ടത്തിന് അംഗീകാരം നൽകും. 2023 സെപ്റ്റംബറിലാണ് ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. കോടതിയിൽ നിന്നുൾപ്പെടെ കടുത്ത വിമർശനം ഉയർന്നതിന് പിന്നാലെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി തുടങ്ങി. ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതിയും ശരിവെച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. ചാലക്കുടിക്കടുത്ത് പേരാമ്പ്രയിലാണ് സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, ഈ അറ്റകുറ്റപ്പണികൾ നേരത്തെ സുപ്രീം കോടതി സൂചിപ്പിച്ചതാണ്, ഹൈക്കോടതിയും അത് പറഞ്ഞതാണ്. അത് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ വേഗം അത് പൂർത്തിയാക്കാൻ ഉള്ള നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ? വിജയകുമാർ, ഈ അറ്റകുറ്റപ്പണികളടക്കം വൈകി ഈ കുഴിയിൽ വീണ് ഗതാഗതക്കുരുക്ക് മണിക്കൂറുകൾ നീണ്ടതോടുകൂടിയാണ് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി ഈ ടോൾ പിരിവ് തന്നെ നിർത്തിവെക്കാനുള്ള കടുത്ത തീരുമാനമെടുത്തത്. പക്ഷേ ആ ടോൾ പിരിവ് നിർത്തിവെച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഈ അറ്റകുറ്റപ്പണി ചെയ്യാൻ കരാർ കമ്പനി തയ്യാറായിരുന്നില്ല. പകരം സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിനെതിരെ സ്റ്റേ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നത്. ഹൈക്കോടതി ഉത്തരവിനെ മറികടക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ പാളിപ്പോയിരിക്കുന്നു. ഇന്നലെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇനി ആകെയുള്ള രക്ഷ ഈ വഴി നന്നാക്കുക മാത്രമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കരാർ കമ്പനി ഈ അറ്റകുറ്റപ്പണിയിലേക്ക് കടന്നിരിക്കുന്നത്. ചാലക്കുടിക്കടുത്ത് പേരാമ്പ്രയിലാണ് ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അപ്രോച്ച് റോഡുകൾ അതിന്റെ ഇരുഭാഗവും ടാർ ചെയ്ത് സുഗമമായ രീതിയിൽ യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കരാർ കമ്പനി ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മേഖലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനും കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കോറി വേസ്റ്റ് അടക്കം നിക്ഷേപിച്ചുകൊണ്ട് ഈ കുഴികൾ മൂടാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഈ മഴ കൂടി പെയ്യുന്ന സമയത്ത് ഇതെല്ലാം വീണ്ടും ഇളകി വലിയ വലിയ കുഴികളായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ ടാറിംഗ് മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരമായുള്ളത്. എന്തായാലും ശാശ്വത പരിഹാരത്തിലേക്ക് കരാർ കമ്പനി കടക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കരാർ കമ്പനിയുടെ ഇടപെടൽ. ചാലക്കുടി പേരാമ്പ്രയിൽ സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയിട്ടുണ്ട്. റോഡ് പരിപാലനത്തിലെ വീഴ്ചയിൽ മലപ്പുറത്തെ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി നേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിലാണ് അനാസ്ഥ വരുത്തിയത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. വിപിൻ, ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, സർക്കാരിന്റെ റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയുണ്ട്. ഇത് ഈ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ ഉൾപ്പെടാത്ത റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി തന്നെ കരാറുകാരെ നിയമിക്കുകയും റോഡിന്റെ പരിപാലനം ഉറപ്പുവരുത്തുകയും എന്നുള്ളതാണ് ഈ കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 21,000 കിലോമീറ്റർ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള ഒരു വീഴ്ച വരുത്തി എന്നുള്ളതിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെയാണ് ഇത് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. മഞ്ചേരി ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പെരിന്തൽമണ്ണ ഉപവിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പെരിന്തൽമണ്ണ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്രവൃത്തിക്ക് തുക അനുവദിച്ചിട്ടും അത് കൃത്യസമയത്ത് സാങ്കേതികമായ അനുമതി തേടി ടെൻഡറിംഗ് നടപടിയിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതേക്കുറിച്ച് ആളുകൾ ചോദിച്ചപ്പോൾ ഭരണാനുമതി ലഭിച്ചില്ല എന്നുള്ള കള്ളം പറഞ്ഞു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായ ഒരു അനാസ്ഥ ഇതിൽ ഉണ്ടായതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് പ്രകാരം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ എന്ത് പരാതി ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ റോഡുകളിൽ അതുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പർ ഉണ്ടാവും. ജനം വിളിക്കുകയാണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി മന്ത്രി ഈ ഘട്ടത്തിൽ അതിൽ നൽകുന്നുണ്ട്. വിജയകുമാർ, നടപടിക്കൊപ്പം വിജിലൻസ് അന്വേഷണത്തിനുള്ള നിർദ്ദേശവുമുണ്ട്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. റാപ്പർ വേടന് പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. വേടൻ ഒളിവിലാണെന്നും രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഉള്ളതിനാലാണ് അറസ്റ്റിലേക്ക് കടക്കാത്തതെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. വേടൻ ഇപ്പോൾ എബ്സ്കോണ്ടിങ് ആണ്. അപ്പോൾ അവർ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുണ്ട് കുറേ ദിവസം മുമ്പ്. അത് കോടതിയുടെ പണികളിലാണ്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ മറ്റ് അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടികൾ. പോലീസ് അവരുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. മറ്റ് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കി കേസിലുള്ള അന്വേഷണം പ്രോപ്പറായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള എവിഡൻസ് ശേഖരിക്കുക, സാക്ഷികളെ കണ്ടു ചോദിക്കുക എന്ന കാര്യങ്ങളെല്ലാം സജീവമായിട്ട് തന്നെ നടക്കുന്നുണ്ട്.
വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കെതിരായ ആക്രമണം ആ സമയത്ത് അതിന് തൊട്ടുമുമ്പുള്ള പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതി മുഖ്യമന്ത്രിയുടെ വീടിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ പകർത്തിയിരുന്നു. തന്നെയുമല്ല, അയാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം ഏറെ നേരം ചെലവഴിക്കുകയും ചെയ്തു. അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഫോൺ ചെയ്യുന്ന ആളാണ് ഈ പ്രദീപ്. അയാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം ഏറെ സമയം ചെലവഴിച്ചു. ആ ദൃശ്യങ്ങൾ പകർത്തി. ഇനിയിപ്പോൾ അയാൾ ഇപ്പോൾ പറയുന്ന ഈ കാരണങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ 2-3 കാരണങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഒന്ന്, അയാളുടെ അമ്മ പറയുന്നത് ഈ തെരുവ് നായ്ക്കളോട് വലിയ സ്നേഹമായിരുന്നു. തെരുവ് നായ്ക്കൾക്കെതിരായ സുപ്രീം കോടതി ഉത്തരവിന് ശേഷം ഇയാൾ വളരെ അസ്വസ്ഥനായിരുന്നു എന്ന് പറയുന്നു. അതിനു മുമ്പ് ഇയാളുടെ ഏതൊരു ബന്ധു ജയിലിലാണ്. ജയിലിലുള്ള ബന്ധുവിനെ പുറത്തിറക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടാണ് അയാൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയതെന്ന് പറയുന്നു. പക്ഷേ ഈ രാജേഷ് എന്ന് പറയുന്ന ഈ പ്രദീപ്, അയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നൊന്നും ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. അയാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം ഏറെ സമയം ചെലവഴിച്ചു. ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി. അതിനുശേഷമാണ് അയാൾ ഈ ആക്രമണത്തിന് മുതിർന്ന അയാൾ ആരൊക്കെയായി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡൽഹി പോലീസ് കണ്ടെത്തി വൈകാതെ പുറത്തുവിടും എന്ന് നമുക്ക് കരുതാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നിമിഷപ്രിയയുടെ മോചനത്തിന്റെ പേരിൽ വ്യാജ പണപ്പിരിവ് നടത്തുന്നു എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ പ്രതികരണവുമായി ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ KA പോൾ. താൻ വ്യാജനാണ് എന്നുള്ള ട്വീറ്റ് അങ്ങേയറ്റം അമ്പരിപ്പിച്ചു. വ്യാജ പണപ്പിരിവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് KA പോൾ ചോദിച്ചു. So my questions to Minister of External Affairs Jaishankar is, what is fake news? Is this account fake news? Is it not Ministry of External Affairs account number? What I am asking donation for? Is it not the right number? Check it. Is it not the check you have taken money from Nimisha Foundation? $40,000? Is it not proof? KA പോൾ ആരാണെന്നറിയില്ല എന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുമായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. അനാവശ്യ ചർച്ചകൾ യമനിലെ അനുനയ നീക്കങ്ങളെ ബാധിക്കുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് മലയാളി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല. പുള്ളി പലതവണ ആവർത്തിച്ചു. അതുകൊണ്ടാണ് ഇന്ന് പറയേണ്ടി വരുന്നത്. MEA അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായി ഇതിനൊക്കെ ഒരു പബ്ലിക് ഡിസ്കഷന് നമ്മൾ തയ്യാറല്ല. എനിക്കറിയില്ല. അങ്ങനെ ചില ഇതാണ് മറ്റു ഭാഗം ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതേപോലെ ഇതാ അടുത്തൊരു വിവാദം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ നാടകരൂപം അരങ്ങിലെത്തിച്ച് കൊല്ലം കാളിദാസ കലാകേന്ദ്രം. നാടകാചാര്യൻ O മാധവന്റെ ചരമവാർഷിക ദിനത്തിലാണ് പുതിയ നാടകത്തിന്റെ അരങ്ങേറ്റം. 6 മാസത്തോളം നീണ്ട പരിശ്രമങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശേഷമാണ് നാടകം വേദിയിലെത്തിയത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ശാകുന്തളത്തിലെ കഥാതന്തുവിൽ മാറ്റങ്ങൾ വരുത്താതെ എന്നാൽ പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും സമൂഹത്തിന് വലിയ സന്ദേശം നൽകുകയാണ് നാടകം. O മാധവൻ ഫൗണ്ടേഷൻ പുരസ്കാര വിതരണവും ശാകുന്തളത്തിന്റെ ആദ്യ പ്രദർശനവും നടി ഉർവശി ഉദ്ഘാടനം ചെയ്തു. എന്റെ നാട്ടുകാരായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാലത്തും ഇവിടെ വരുമ്പോൾ ഇത് എന്റെ മണ്ണാണ്, ഞാൻ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ബന്ധുക്കളുടെ അടുത്ത് ഓടിയെത്തുന്ന പോലെയാണ്. ജയൻ തിരുമേനിയുടെ രചനയ്ക്ക് രംഗഭാഷ്യം തീർത്തത് ചലച്ചിത്ര താരം കൂടിയായ EA രാജേന്ദ്രനാണ്. സന്ധ്യ രാജേന്ദ്രനാണ് വസ്ത്രാലങ്കാരവും കൊറിയോഗ്രാഫിയും വിഷ്വൽ ആപ്ലിക്കേഷനും നിർവഹിച്ചത്. M മുകേഷ്, ദിവ്യാദർശൻ, സന്ധ്യ രാജേന്ദ്രൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം. ഉദയകുമാർ അഞ്ചൽ സംഗീതവും സാംകുട്ടി പട്ടങ്കരി ശബ്ദവും പ്രകാശവും നൽകി. പുതുമുഖങ്ങളടക്കം 17ഓളം പേരാണ് അരങ്ങത്തെത്തുന്നത്. നാടകരചന, സംവിധാനം എന്നീ വിഭാഗത്തിൽ സൂര്യ കൃഷ്ണമൂർത്തിക്കും മികച്ച നടിക്ക് KPSC ലീലയ്ക്കും പുരസ്കാരം സമ്മാനിച്ചു. ചലച്ചിത്ര താരങ്ങളായ ബോബി കുര്യൻ, കൊല്ലം തുളസി, സന്ധ്യ രാജേന്ദ്രൻ, CR മഹേഷ് MLA, CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. 24 കൊല്ലം. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.